ഈ ഹായ് പറയുന്നത് റവ പാൻ കേക്ക് കണ്ടിട്ടാണ് കേട്ടോ. സോ അതെങ്ങനെ ഉണ്ടാക്കുന്നത് വേഗം ഒന്ന് പോയി നോക്കിയാലോ. ഒരു കപ്പ് റവ എടുത്ത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വരുന്നതാണ് ഇതിൻ്റെ പാകം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഒരു നേന്ത്രപ്പഴമാണ്. അപ്പോൾ നേന്ത്രപ്പഴം ഞാനൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി വേവിച്ച നേന്ത്രപ്പഴവും ഈ റവയും കൂടി നമ്മളൊരു ബ്ലെൻഡറിൽ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമുക്ക് അടുത്തത് വേണ്ടത് ഏലക്കയാണ് കേട്ടോ. സോ ഞാൻ 2 ഏലക്കയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോകണം. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഇത് അരച്ചെടുക്കുക കേട്ടോ. ഓരോരോ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ ഇങ്ങനൊരു പാകത്തിന് ശേഷം ഇനി ഞാൻ അടുത്തത് ഒരു പാൻ ചൂടാക്കി ഇതേ നെയ്യൊക്കെ തേച്ച് ഇനി ഞാനിതൊരു പാൻ കേക്ക് രൂപത്തിൽ ചുട്ടെടുക്കാൻ പോകണം കേട്ടോ. കാർത്തുമ്മയുടെ ഈ ഒരു പാൻ കേക്കിൽ ഞാൻ ഉപ്പ് ആഡ് ചെയ്യാറില്ല. ഇപ്പോൾ നമുക്ക് കഴിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പാകത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് ദേ ഇതുപോലെ ഒന്ന് 2 സൈഡും ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ മറിച്ചെടുക്കുക. അപ്പോൾ ടേസ്റ്റി റവ പാൻ കേക്ക് ദേ റെഡിയായി. ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. സോ കൂടുതൽ റെസിപ്പിക്ക് വേണ്ടിയിട്ട് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ.